ജമ്മു കശ്മീരിൽ നോക്കുക, 47 ഇന്ത്യ സഖ്യം കുറഞ്ഞിരിക്കുകയാണ്. അവിടെ PDP ഒരു നിർണായക ഘടകമായി മാറുമോ അഭിലാഷ്? കാരണം 46 48 ജമ്മു കാശ്മീരിലെ മാജിക് സംഖ്യ എന്ന് അറിയാൻ ബാക്കിയുണ്ടല്ലോ. പക്ഷേ BJPക്ക് എന്തെങ്കിലും മേൽക്കൈ കിട്ടിയാൽ മാത്രമല്ലേ ആ ഒരു ആശങ്ക, ആ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയുള്ളൂ. ഈ 47 ആണെങ്കിൽ കൂടി PDPയുടെ 5 അത് ഇന്ത്യ സഖ്യത്തിൽ ചേർക്കാമല്ലോ പിന്നീട്. തീർച്ചയായും ഭൂപ്രകൃതി കൊണ്ട് തന്നെ വളരെ സങ്കീർണമാകുന്ന ഭൂപ്രദേശമാണ് ജമ്മു കാശ്മീരിലുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഡേറ്റകൾ ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചെറിയ കാലതാമസം ഹരിയാനയേക്കാൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ മഞ്ജുഷ സൂചിപ്പിക്കുന്ന പോലെ ഇനിയിപ്പോൾ കണ്ണുകൾ ഹരിയാനയിലേക്ക് തന്നെ പോകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം BJP പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ അത്രമേൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. ജമ്മു മേഖലയിൽ തൂത്തുവാരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ പറ്റൂ എന്നുള്ളതായിരുന്നു BJPയുടെ കണക്കുകൂട്ടലെങ്കിൽ ഇപ്പോൾ കശ്മീർ താഴ്വരയിലും ജമ്മുവിലും അടക്കം പരിശോധിക്കുമ്പോൾ 28 മണ്ഡലങ്ങളിൽ മാത്രമാണ് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BJPയുടെ B ടീം എന്ന് നിരീക്ഷിക്കപ്പെടുന്ന പലരും ഈ അതേഴ്സിൽ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. അപ്പോഴും മഞ്ജുഷ 28ഉം 10ഉം 38 എന്നതിലേക്കാണ് എത്തുന്നുള്ളൂ എന്നതാണ്. അവിടെയാണ് മഞ്ജുഷ സൂചിപ്പിച്ച PDPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകാൻ പോകുന്നത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് അടുത്തു മാത്രമേ നാഷണൽ കോൺഗ്രസ് സഖ്യം എത്തുന്നുള്ളൂ എങ്കിൽ പിന്നീട് ഈ 5 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് പുലർത്തുന്ന PDPയെ തന്നെ പ്രയോജനപ്പെടുത്തേണ്ടി വരും. നമുക്കറിയാം, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിശാല തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് PDP എങ്കിലും ജമ്മു കാശ്മീരിൽ PDP ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായില്ല. അത് ചെറിയ അഭിപ്രായ ഭിന്നതയെ തുടർന്നായിരുന്നു. തന്റെ ആവശ്യങ്ങൾ ഇന്ത്യ സഖ്യം അംഗീകരിച്ചാൽ സഖ്യത്തിനോടൊപ്പം ചേരും എന്നുള്ളതായിരുന്നു മെഹബൂബ മുഫ്തി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു സർക്കാർ രൂപീകരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ PDP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. മാത്രമല്ല BJPയെ പുറത്തു നിർത്തുന്നില്ല എങ്കിൽ അതോടൊപ്പം ഒരു മതേതര മുഖം അല്ലെങ്കിൽ ഒരു സ്വത്വബോധം PDPക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ അവിടെ അധികാരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അധികാരത്തിന്റെ ഭാഗമാകാൻ സാധിച്ചാൽ PDPക്ക് ഇനിയും വളരാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇങ്ങനെ ചുരുങ്ങിയത്. BJPയുമായി കൈകോർത്തുകൊണ്ട് സർക്കാർ രൂപീകരിച്ച ജമ്മു കാശ്മീരിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയെ സമ്മാനിച്ച PDPയാണ് ഈ തരത്തിൽ. ഹരിയാനയിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് അഭിലാഷ്. ഇപ്പോഴും 47 സീറ്റുകളാണ് ലീഡുള്ളത്. BJPക്ക് 37, കോൺഗ്രസ് ഉണ്ട്. 4 സ്വതന്ത്രരും അതേ രീതിയിൽ തന്നെ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് എന്നുള്ളത് ഹരിയാനയിൽ ഒരു പ്രത്യേകതയാണ്. ഈ 4 സ്വതന്ത്രരും നിർണായകമാകുമോ എന്നുള്ളത്. പിന്നെ BSP പ്ലസ് INLD 2 സീറ്റുകളിൽ അതേ ലീഡ് നില തുടരുന്നുണ്ട്. ഈ 47 BJP ഈ മുന്നേറ്റം തുടരുമ്പോൾ ഭിവാനി മണ്ഡലത്തിൽ CPM നേരത്തെ ലീഡ് ചെയ്യുകയായിരുന്നു. അവിടെ BJPയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മാത്രമല്ല 15,000-ഓളം വോട്ടുകളുടെ ലീഡ് ഭിവാനി മണ്ഡലത്തിൽ CPMന്റെ ഓം പ്രകാശിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഉണ്ട് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി. കൃത്യമായ ലീഡ് ഭിവാനി മണ്ഡലത്തിൽ CPMനെതിരെ നേടിയിട്ടുണ്ട് BJP. അതേസമയം CPMന്റെ അണികൾക്ക് ആശ്വസിക്കാൻ പറ്റുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ്. അവിടെ യൂസഫ് തരിഗാമി എന്തായാലും മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു പക്ഷേ വിജയം ഉറപ്പിക്കുന്ന സാഹചര്യമാണ് യൂസഫ് തരിഗാമിക്കുള്ളത് എങ്കിൽ ജമ്മു കാശ്മീരിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നാഷണൽ കോൺഫറൻസിന്റെ ആഘോഷം. ഫറൂഖ് അബ്ദുള്ളയുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അടുത്ത മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള വരും എന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥിതിയിൽ മാറ്റം വന്നില്ലെങ്കിൽ ഒമർ അബ്ദുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് എന്ന രീതിയിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി പദത്തിലേക്ക് ജമ്മു കാശ്മീരിൽ വരാൻ പോവുകയാണ്. അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസും NCയും CPMും ചേർന്നുള്ള ഇന്ത്യ സഖ്യം ഇപ്പോഴും 47 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കശ്മീരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ജമ്മു മേഖലയിൽ ഇപ്പോഴും 28 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. ആകെ 43 സീറ്റുകളിലാണ് ജമ്മുവിൽ BJP മത്സരിക്കുന്നത്. 43 സീറ്റുകളിൽ മത്സരിക്കുന്നു. അവിടെ 28 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കശ്മീർ മേഖലയിൽ
47 സീറ്റുകളിൽ BJP 19 സീറ്റുകളിൽ മാത്രമായിരുന്നു മത്സരിച്ചത്. അവിടെ ഒരു സീറ്റിലും BJPക്ക് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ്, NC, CPM സഖ്യം, ഇന്ത്യ സഖ്യം ഇപ്പോൾ 47 സീറ്റുകളിൽ ജമ്മു കാശ്മീരിൽ മുന്നേറുന്നു. ഹരിയാനയിലേക്ക് വരാം. 47 സീറ്റുകളിൽ ഇപ്പോഴും BJP ആണ് ലീഡ്. 37 സീറ്റിൽ കോൺഗ്രസ്, 4 സ്വതന്ത്രർ അതേ രീതിയിൽ മുന്നേറ്റം തുടരുന്നു.